അങ്ങനെ എന്താ വെയിറ്റ് ഈസ് ഓവർ, നമ്മുടെ സെലിബ്രേഷന്റെ ടൈം എത്തിയിട്ടോ. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഓൺ ടൈമിൽ എത്തിയിട്ടുണ്ട്. സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പത്തിനും എന്താ ഓരോരുത്തരൊക്കെ ആയിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിലൊന്നും ഹരി ഇവിടെ ഇല്ല കേട്ടോ. അവൻ കേക്ക് മേടിക്കാൻ പോയിട്ട് ബ്ലോക്കിൽ കുടുങ്ങി കിടക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഹരിയൊക്കെ വന്ന് നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഹരിനായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ സ്റ്റേജിൽ കയറിയിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ടൈമിലൊക്കെ നക്ഷമം ഭയങ്കര അലമ്പായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരുടെ കൈക്കും അവൻ മാറി പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വാശിയായിരുന്നു. ഫോട്ടോ സെക്ഷനൊക്കെ ഒരു വിധത്തിലാണ് അവനെ നിർത്തിയിരുന്നത്. പിന്നെ പിള്ളേരൊക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ആനിമൽസിന് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ജംഗിൾ തീമിലുള്ള കേക്കാണ് ഓർഡർ ചെയ്തിരുന്നത്. സെപ്പറേറ്റ് വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എല്ലാവരും എത്തി തുടങ്ങിയപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. കേക്ക് കട്ട് ചെയ്യാൻ നിന്ന സമയത്തൊക്കെ കുറച്ച് അലമ്പായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. അവൻ ഒറ്റയ്ക്കാണ് കേക്ക് കട്ട് ചെയ്ത് നമ്മൾ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തിട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആൾ സ്വന്തമായിട്ട് എടുത്തിട്ട് വായയിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. കേക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവൻ എങ്ങനെയാവും, വാശി പിടിക്കുമോ, കേക്ക് കട്ട് ചെയ്യാൻ സമ്മതിക്കുമോ എന്നൊക്കെ. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും അവന് കൊടുക്കുമ്പോൾ അവൻ എല്ലാവരുടെ കയ്യിൽ നിന്നും മേടിച്ച് കഴിച്ചിട്ടു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ആൾക്ക് കേക്ക് വിശന്നിട്ടാണോ എന്നറിയില്ല, ഇഷ്ടമായിട്ടാണോ എന്നറിയില്ല, അത്യാവശ്യത്തിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ കളറ് ഈ ഒരു പൗഡർ ബ്ലൂ ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ എനിക്കും നക്ഷമോനൊക്കെ കിട്ടാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ചൂടായതുകൊണ്ട് തന്നെ അവൻ്റെ ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ട്രൗസറും ഒരു ചെറിയ ഹാഫ് സ്ലീവ് കോട്ടും ഒരു ടീഷർട്ടും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നക്ഷമോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ വിഷമം എന്തായാലും ഇതിലൂടെ അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.